നമസ്കാരം. കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലമായി ഗാസ മുനമ്പിനെ തങ്ങളുടെ ഉരുക്കുമുഷ്ടിയിൽ നിർത്തി ഭരിച്ചിരുന്ന ഹമാസ് ഒടുവിൽ ഭരണം ഒഴിഞ്ഞിരിക്കുന്നു. ഇസ്രായേലുമായി പലവട്ടം കെയ്റോയിൽ വെച്ച് നടത്തിയ രഹസ്യ ചർച്ചകൾക്കും വെടിനിർത്തൽ കരാറുകൾക്കും ഒടുവിലാണ് ഹമാസിന്റെ നിർണായകമായ പടിയിറക്കം. ഗസയുടെ ഭരണം ഇനി നാഷണൽ കമ്മിറ്റി ഫോർ ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഗാസ എന്ന പ്രത്യേക സമിതി നിയന്ത്രിക്കും. ഫലസ്തീന് ജനതയ്ക്ക് ദുരിതം മാത്രം സമ്മാനിച്ചാണ് ഇത്തരത്തിൽ ഹമാസ് പടിയിറങ്ങുന്നത്. തിരിഞ്ഞു നോക്കുമ്പോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ തന്ത്രപരമായ പരാജയമായി ഹമാസിന്റെ ഒക്ടോബർ 7 ആക്രമണം മാറിയെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. അന്ന് ഇസ്രായേൽ അതിർത്തി ഭേദിച്ച് ഹമാസ് നടത്തിയ അപ്രതീക്ഷിത ആക്രമണവും കൂട്ടക്കുരുതിയും ഇസ്രായേലിനെ ഞെട്ടിച്ചെങ്കിലും അതിന് ഗസ നൽകേണ്ടി വന്ന വില ഭീകരമായിരുന്നു. നെതന്യാഹുവിനും ഇസ്രായേൽ സൈന്യത്തിനും ഗസ പൂർണ്ണമായി തകർത്തെറിയാൻ കിട്ടിയ ലൈസൻസായിരുന്നു ആ ആക്രമണം. ഹമാസിനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കും എന്ന് പ്രഖ്യാപിച്ച് ഇസ്രായേൽ നടത്തിയ വംശഹത്യയിൽ തകർന്നടിഞ്ഞത് ഗസയുടെ സമ്പൂർണ്ണ അടിത്തറയാണ്. 10,000-കണക്കിന് സാധാരണക്കാരാണ് വധിക്കപ്പെട്ടത്. ഹമാസ് ഭീകരരെയും മുച്ചോടും മുടിച്ചു. ഭക്ഷണവും വെള്ളവും മരുന്നും ഇല്ലാതെ ഗസയിലെ ജനങ്ങൾ നരകയാതന അനുഭവിച്ചപ്പോൾ ലോകത്തിനു മുന്നിൽ ഇസ്രായേൽ ഒരൊറ്റ ന്യായമേ പറഞ്ഞുള്ളൂ: എല്ലാം ഹമാസ് കാരണം. ഒടുവിൽ ജനങ്ങളുടെ പട്ടിണിയും ദുരിതവും കണ്ട് ഭരണം ഒഴിയാൻ ഹമാസ് നിർബന്ധിതമാകുമ്പോൾ അന്ന് അവർ തുടങ്ങിയ ചോരക്കളി സ്വന്തം ഭരണത്തിന്റെ അന്ത്യം കുറിച്ചുള്ള സ്വയം കുഴി തോണ്ടലായി മാറിയെന്നാണ് വ്യക്തമാകുന്നത്. ഹമാസ് പടിയിറങ്ങിയെങ്കിലും ഗസയിലെ ഭരണം പൂർണ്ണമായും അട്ടിമറിക്കപ്പെട്ടിട്ടില്ല. നിലവിലെ ആഭ്യന്തര മന്ത്രാലയത്തിലെ ജീവനക്കാർ ഓഫീസുകളിൽ തുടരും. പുതിയതായി ചുമതലയേൽക്കുന്ന നാഷണൽ കമ്മിറ്റി ഫോർ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഗസ എന്ന സമിതിയിൽ രാഷ്ട്രീയമില്ലാത്ത സാങ്കേതിക വിദഗ്ധർക്കായിരിക്കും മുൻഗണന നൽകുക. ഇസ്രായേലിന്റെ ആക്രമണത്തിന്റെ തീവ്രത കുറയ്ക്കാനും ഗസയിലേക്ക് അന്താരാഷ്ട്ര സഹായങ്ങളും ഭക്ഷണവും മരുന്നും സുഗമമായി എത്തിക്കാനും ഈ പുതിയ ഭരണ സംവിധാനത്തിലൂടെ സാധിക്കുമെന്നാണ് ഹമാസ് കണക്കുകൂട്ടുന്നത്. ഇത്രയും കാലം ഗസയിലെ ആശുപത്രികളും അഭയാർത്ഥി ക്യാമ്പുകളും ബോംബിട്ട് തകർക്കുമ്പോൾ ഇസ്രായേൽ ഉയർത്തിപ്പിടിച്ചിരുന്ന ഒരേയൊരു ലേബൽ ഹമാസ് ഒളിത്താവളങ്ങൾ എന്നതായിരുന്നു. ഹമാസ് ഔദ്യോഗികമായി ഭരണം ഒഴിയുന്നതോടെ ഇസ്രായേലിന്റെ ഈ പ്രധാന ആയുധമാണ് ഇല്ലാതാകുന്നത്. എങ്കിലും ഇസ്രായേൽ കളി നിർത്തുമെന്ന് കരുതാനാകില്ല. ഹമാസിന് യാതൊരു സ്വാധീനവുമില്ലാത്ത വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ സൈന്യം കുടിയൊഴിപ്പിക്കലും വെടിവെപ്പും തുടരുന്നത് നാം കാണുന്നതാണ്. 16 കിലോമീറ്റർ നീണ്ട ഹമാസിന്റെ തുരങ്ക ശൃംഖല ഇസ്രായേൽ തകർത്തിരുന്നു. ഭരണത്തിൽ നിന്ന് ഹമാസ് മാറ്റി നിർത്തപ്പെടുന്നതോടെ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഇസ്രായേലിന് പഴയതുപോലെ ആക്രമണം തുടരുക എളുപ്പമാകില്ലെന്നും നിരീക്ഷണങ്ങളുണ്ട്. 2023 ഒക്ടോബർ 7 ശേഷം ഇസ്രായേൽ നടത്തിയ വംശഹത്യയിൽ ഗസ വലിയ മാനുഷിക പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഗസയിലേക്കുള്ള വെള്ളവും ഭക്ഷണവും മരുന്നുമെല്ലാം ഇസ്രായേൽ ഉപരോധത്തെ തുടർന്ന് നിലച്ചിരിക്കുകയാണ്. ഹമാസിനെയാണ് ഇതിനെല്ലാം പ്രധാന കാരണമായി ഇസ്രായേൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഗസയിലെ മാനുഷിക പ്രതിസന്ധി പരിഹരിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഹമാസ് ഗസയുടെ ഭരണം ഒഴിയുന്നത്. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് ശേഷം 2007 മുതൽ ഗസയിൽ ഭരണം നിയന്ത്രിച്ചിരുന്നത് ഹമാസ് ആയിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒക്ടോബറിൽ ഇസ്രായേലുമായി ഒപ്പുവെച്ച വെടിനിർത്തൽ കരാറിന് ശേഷം ഭരണപരമായ ചുമതലകളിൽ നിന്ന് പിന്മാറാൻ തങ്ങൾ തയ്യാറാണെന്ന് ഹമാസ് പലതവണ വ്യക്തമാക്കിയിരുന്നു. ഗവൺമെന്റൽ എമർജൻസി കമ്മിറ്റിയുടെ തലവൻ മുഹമ്മദ് അൽ ഫറ ഔദ്യോഗികമായി രാജി സമർപ്പിച്ചതായി ഹമാസ് നിയന്ത്രണത്തിലുള്ള സർക്കാർ ഓഫീസ് മേധാവി ഇസ്മായിൽ അൽ തവാബ സ്ഥിരീകരിച്ചു.